ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 29 അതിൻ്റെ 11 വാക്യം. സങ്കീർത്തനം 29 വാക്യം 11. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം വായിച്ചു കേട്ട 29 സങ്കീർത്തനം 11 വാക്യത്തിൽ ദൈവം നമുക്ക് നൽകുന്ന 2 അനുഗ്രഹങ്ങളാണ് കാണുന്നത്. അതിൽ 1 ശക്തി, 2 സമാധാനം. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന 2 അനുഗ്രഹങ്ങളാണ് ശക്തിയും സമാധാനവും. ശക്തിയില്ലാത്ത ജീവിതം ദുസ്സഹമാണ്, വളരെ പ്രയാസമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അശക്തരായവരുടെ ജീവിതങ്ങളിലേക്ക് നാം ഒരു അല്പസമയം നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചാൽ അവർ അനുഭവിക്കുന്ന അസഹനീയമായ വേദന, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എത്ര വലിയത് എന്ന് കാണുവാനായിട്ട് കഴിയും. ശക്തിയുടെ ഉറവിടം ദൈവമാണ്. ദൈവം തൻ്റെ ജനത്തിന് ശക്തി നൽകും. എന്നാൽ സൃഷ്ടി ദൈവത്തിൽ ആശ്രയിക്കേണ്ടതുണ്ട്. ദൈവ സൃഷ്ടികളായ നാം ദൈവോന്മുഖമായി ജീവിക്കുമ്പോൾ, അഥവാ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സഹായത്തിനായി, ദൈവത്തിൻ്റെ ശക്തിക്കായി അപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് ശക്തി നൽകുവാനിടയാകും. ശക്തി ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവം നൽകുന്ന ഒരു വരദാനം കൂടിയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്ന് തിരുവചനം പറയുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവപാതയിൽ സഞ്ചരിക്കുന്ന, ദൈവനാമഹത്വത്തിന് വേണ്ടി ദൈവപാതയിൽ നാം നിലനിൽക്കുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ നമുക്ക് ദൈവശക്തി നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കും. രണ്ടാമതായി ഈ വചനത്തിൽ പറയുന്നത് ദൈവം തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുമെന്നാണ്. സമാധാനം ഈ ലോകസംബന്ധമായ ഒരു നന്മയല്ല. എന്നാൽ യഥാർത്ഥമായ സമാധാനം സ്വർഗീയമായ വരദാനമാണ്. ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമാണ്. എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന യേശുവിൻ്റെ ആ ഒറ്റ വചനത്തിൽ സമാധാനത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് സമാധാനം. ഇന്ന് നാം ഈ ലോകത്തിൽ സമാധാനം തേടി എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നു. എല്ലാ പ്രവൃത്തികളുടെയും അവസാനം അസമാധാനമെന്ന് വെളിപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സമാധാനത്തിൻ്റെ ഉറവയിലേക്ക് ഒരു തിരിച്ചുപോക്ക്, ഇത് മനുഷ്യ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ്. സമാധാനത്തിൻ്റെ ഉറവയെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെയാണ് നാം കണ്ടെത്തുക. ക്രിസ്തു നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകാം, ഞാൻ നിങ്ങൾക്ക് ശക്തി നൽകാം,
ഞാൻ നിങ്ങളെ സഹായിക്കാം. ഞാൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇതെല്ലാം ക്രിസ്തുനാഥൻ്റെ വചസ്സുകളാണ്. അതിനാൽ ശക്തിയും സമാധാനവും നൽകുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ആ ദൈവത്തിങ്കിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. ആമേൻ, ആമേൻ. സുരല